നമ്മുടെ പാടന്തറ മർക്കസിൽ 150 കുട്ടികളെ കെട്ടിക്കുന്നുണ്ട്. 50-ലേറെ കുട്ടികളായി എന്നാണ് ഇന്നലത്തെ വിവരം. ഏകദേശം 1.25 ലക്ഷം രൂപ ഒരു കുട്ടിക്ക് ചെലവ് വരും. അപ്പൊ നിങ്ങൾ കണക്കൂട്ടി വെക്കാണേ, എത്ര രൂപ വേണം? നമ്മളെ കുടുംബത്തിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അതിന്റെ രസം തിരിയാ. അള്ളാഹു നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല പുതിയാപ്പിളാരെ പെട്ടെന്ന് കൊടുക്കട്ടെ. ധാരാളം കല്യാണപ്രായത്തെ കുട്ടികളുണ്ട്. ഹൈറായ പുതിയാപ്പിളാരെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അതിന്റെ വഴികളൊക്കെ നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. എത്രയോ ആളുകൾ പ്രയാസം പറഞ്ഞ്, ഒരു ക്രിസ്ത്യാനിയായ ഒരു തള്ള, ആ തള്ളക്ക് 3 മക്കളാണ്. അതിന്റെ ഭർത്താവ് അരക്ക് താഴെ കുഴഞ്ഞ് കിടക്കൽ തുടങ്ങി വർഷങ്ങളായി. ആ തള്ള മർക്കസിൽ വന്ന് നിങ്ങളെ പരസ്യം കണ്ടിട്ട് വന്നതാണ്. ഞാൻ സ്ഥാപനത്തിൽ വന്ന് പറഞ്ഞതാണ്, പരസ്യം കണ്ട് വന്നതാണ്. ഇവിടെ സമൂഹ വിവാഹം നടക്കുന്നുണ്ട്, എനിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒക്കെ ഒന്നും എനിക്ക് വേണ്ട, എന്റെ കുട്ടിന്റെ കാതിക്കിടാൻ 2 കമ്മൽ മാത്രം തന്നാ മതി, നിങ്ങൾ ഈ കൂട്ടത്തിൽ ഈ കല്യാണം ഒന്ന് ഉൾപ്പെടുത്തണം. എന്തേക്കാരാ ഉമ്മാന്റെ വേദന, ഏത് മതത്തിൽപ്പെട്ട ആളായാലും. അങ്ങനെ എത്രയോ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 150-ലേറെ കുട്ടികളെയാണ് മർക്കസിൽ കെട്ടിക്കുന്നു. ഉമ്മാരെ നിങ്ങളൊന്നും അതിക്ക് കൊടുക്കണ്ട, ഒന്നും വേണ്ട, നാട്ടുകാരൊന്നും കൊടുക്കണ്ട, നല്ല ദ്വാരക്കൂലേ. നിങ്ങളെ സ്വകാര്യ ദ്വാരകളിൽ അതൊക്കെ റാഹത്തായി കിട്ടാൻ നിങ്ങൾ ദ്വാരക്കണം. നമുക്ക് ആകെയുള്ള പണി നമ്മളെ നാട്ടിക്ക് വിരുന്നേരക്ക് വരും ഭക്ഷണം കൊടുക്കണ്ടേ കേക്കെ. അതിന്റെ കൂടെ 8, 9, 10 തീയതികളിലാണ് പ്രൊഫ് സമ്മിറ്റ് നടക്കുന്നത്. 3000-ഓളം വരുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രൊഫഷണൽസ് ആയി പഠിക്കുന്ന കുട്ടികൾ, ഒരു വലിയ കുടുംബങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ നമ്മളെ നേതൃത്വത്തിന്റെ മുമ്പിൽ ഏപിസ്ഥാനിന്റെ മുഖം കണ്ടിട്ട്, പേരോടുസ്ഥാനിന്റെ ഉപദേശം കേട്ടിട്ട് ഒരു കുട്ടി വന്ന് 3 ദിവസം നമ്മുടെ സദസ്സിലിരിക്കാന്ന് പറഞ്ഞാൽ സുന്നത്തു ജമാഅത്തിന്റെ ലാഭം ചെറുതല്ല. ഇസ്ലാമിലേക്ക് കടന്നു വന്ന കുട്ടികൾ വരെയുണ്ട്. പ്രൊഫ് സമ്മിറ്റിന്റെ റിസൾട്ടാണത്. 12 കൊല്ലത്തിനിടക്ക് കുട്ടികൾ പലരും എഴുതി, ജീവിതത്തിൽ ആദ്യമായി 3 ദിവസം ഹറാമുമായി ബന്ധപ്പെടാതെ ഞങ്ങൾ ജീവിച്ചു, പ്രൊഫ് സമ്മിറ്റ് കൊണ്ടുണ്ടായതാ. അപ്പൊ ആ കുട്ടികൾ 3000 കുട്ടികൾക്ക് 6 നേരത്തെ ഭക്ഷണം കണക്കൂട്ടിയൊക്കെയാണ്. 18,000 ആൾക്കുള്ള ഭക്ഷണം വേണം. കൂട്ടത്തിൽ പൊന്മുളസ്താദിന്റെ ശിഷ്യന്മാരെയും ഒക്കെപ്പാടെ ഉൾക്കൊള്ളുന്ന മുസാബക്ക എല്ലാ കൊല്ലം നടക്കുന്നതാണ്. ഈ പ്രാവശ്യം മർക്കസിൽ വെച്ചാണ് നടക്കുന്നത്. 1500-ഓളം വരുന്ന മുതഅല്ലിമീങ്ങൾ. ഞങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് വഴന്നു പറയാനും നിങ്ങളോട് ഉപദേശിക്കാനും ഇവിടെ സദസ്സ് നിയന്ത്രിക്കാനൊക്കെ ആയത് അത്തരം മത്സരങ്ങൾ പങ്കെടുത്തിട്ടും വെള്ളിയാഴ്ച വഴന്നിന് പോയിട്ടൊക്കെയാണ്. അതിനൊക്കെ സഹായിച്ചവര് നിങ്ങളാണ്. അവർക്കുള്ള ഭക്ഷണം കൊടുക്കണം. 10 ദിവസത്തെ വഴന്നിന് ഏറ്റവും ചുരുങ്ങിയത് 1500 പൊതി ചോറെങ്കിലും ഉണ്ടാക്കണം ഒരു ദിവസം. അങ്ങനെ കണക്കൂട്ടിയാൽ 25 ലക്ഷത്തിലേറെ രൂപ നമ്മുടെ വിരുന്നുകാരെ സൽക്കരിക്കുന്നതിന്, ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി മാത്രം വേണം. അത് നമ്മൾ കൊടുക്കണ്ടേ? ചോറ് നമ്മൾ കൊടുക്കണ്ടേ കുട്ടിയെ? അത് പുറമക്കാരോട് ചോദിക്കാൻ പറ്റുമോ? ഇൻഷാ അല്ലാഹ് നമ്മളെ ഉസ്താദുമാരും അതുപോലെ മഹല്ല് കമ്മിറ്റിക്കാരും നമ്മുടെ നേതൃത്വമൊക്കെ നിങ്ങളെ വീട്ടിലേക്ക് വരും. അങ്ങനെ വരുമ്പോ ഉമ്മമാരെ നല്ല നിലക്കുള്ള സഹായം നിങ്ങളൊക്കെ ചെയ്യണം. ധാരാളം അനുഭവങ്ങൾ സമൂഹ വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ട്. എന്റെ വീട്ടിൽ നടന്നൊരു അനുഭവം ഞാൻ പറയാം. അത് മാത്രം പറഞ്ഞ് നിർത്താം. കാരണം ആ പണിയും കൂടി എന്നെ ഏൽപ്പിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്റെ വീട്ടിൽ നടന്നൊരു അനുഭവം. എന്റെ കുടുംബങ്ങളൊക്കെ ഉണ്ട്. ഓൽക്കൊക്കെ ആവശ്യം അറിയില്ലെങ്കിലും അനിയനക്ക് കുട്ടി ഉണ്ടാകാൻ വഴുകിയത് അറിയും. 4 കൊല്ലമായി കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടായിരുന്നില്ല. അങ്ങനെ ധാരാളം ചികിത്സ. അതിന്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ തന്നെ കൂട്ടത്തിൽ ഞാൻ പറയാ, നല്ല സ്വതക്ക കൊടുക്കലും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കലും കുട്ടികൾ ഉണ്ടാകാനുള്ളൊരു മരുന്നാണ്. കൂട്ടത്തിൽ പറയാം. അങ്ങനെ ഇല്ലാത്ത ആളുകൾ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലുക, നല്ല സ്വതക്ക കൊടുക്കുക, അങ്ങനെ കുട്ടികളുണ്ടാവും ഉറപ്പാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഒരു സ്വഹാബി ഇത് ചെയ്തു. കൊല്ലങ്ങളായി കുട്ടിയില്ലാത്തൊരു സ്വഹാബി 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല 6 അല്ല 7 അല്ല 9 കുട്ടികളുണ്ടായി. 9 ആൺകുട്ടികൾ.
നല്ല സ്വതക്കയും കൊടുത്തു, നല്ല ഇസ്തിഗ്ഫാറും ചൊല്ലി കുട്ടികളുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അത് പറഞ്ഞതാണ്, അത് ചെയ്യണം എന്നത്. അപ്പൊ കുട്ടില്ലായിട്ട് ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുമ്പോ ഒരിക്കൽ പേരോട് സ്ഥാനത്തേക്ക് പറഞ്ഞയച്ചു. അല്ലാഹു ആഫിയത്ത് ദീർഘായുസ്സ് കൊടുക്കട്ടെ. ചെന്നപ്പോ നമ്മളെ ഹംസകുട്ടിസ്ഥാണ് സൗകര്യമൊക്കെ ചെയ്ത് കൊടുത്തോണ്ടല്ലേ. പേരോട് സ്ഥാനം പിറ്റേന്ന് രാവിലെ നേരത്തെ കണ്ടു. തോളിൽ കൈയിട്ട് 4 കൊല്ലം എന്ന് പറഞ്ഞപ്പോ തന്നെ ടെൻഷനാകാനൊന്നുമില്ല. ദിക്റ കൊടുത്തു, ദിക്ർ കൃത്യമായി ചൊല്ലി. ഭാര്യയ്ക്ക് ഹംലുണ്ടായി. പരിശോധിച്ചപ്പോ 1 അല്ല 2 കുട്ടികളാണ്. 2 കുട്ടികളാണ്. റബ്ബിന്റെ ഖദാ എന്ന് പറയാ. 7ാമത്തെ മാസത്തിൽ 7 മാസം കഴിഞ്ഞിക്കിടുന്ന എന്റെ ഓർമ്മ. കുട്ടികൾ പിന്നെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു ടെസ്റ്റിന് ബോധ്യപ്പെട്ട് അത് എടുത്തു കളയേണ്ടി വന്നു. അള്ളാഹു ആ മക്കൾ അവർക്ക് സ്വർഗത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കി കൊടുക്കട്ടെ. ഞാൻ ഓനെ വിളിച്ചു പറഞ്ഞു ടെൻഷനാണെന്തിനാ, എനിക്കിപ്പോ അത് 2 കുട്ടികൾ, എനിക്ക് ആഖിറത്തൊക്കെ ഉപകരിക്കും. ആർക്കറിയാം, അനക്ക് ആഖിറത്തൊക്കെ 2 മുതൽ അള്ളാഹു തന്നില്ലേ, ഈ ശേഷമുള്ള ഇവിടേക്കുള്ള വേറെ നോക്കിയാ പോരെ. ടെൻഷനാകേണ്ട സംഗതിയല്ല. പക്ഷെ ഇതുകൂടെ സംഭവിച്ചപ്പോ ഭയങ്കര ടെൻഷൻ. 2 കുട്ടി ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരിക്കൽ 2 ആളും പാടെ അനിയനെ ഫോൺ ചെയ്ത് പറഞ്ഞു ഞങ്ങളൊരു തീരുമാനത്തിലെത്തിക്കണ്. അതിന്റെ പെരപ്പണി നടക്കുന്ന സമയമാണ്. 50,000 റുപ്യ കടം തന്ന് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പെരപ്പണി നടക്കുമ്പോ ഞാനൊരു 3 പവൻ മർക്കസ് കൊടുക്കാനായിട്ട് എനിക്ക് ദേഷ്യം വരുമെന്ന് തോന്നിയിട്ടായിരിക്കണം എന്നെ പല കാര്യം അഭിപ്രായം ചോദിക്കുന്ന കൂട്ടത്തിൽ വിളിച്ച് ചോദിച്ചു. 2.25 പവൻ സ്വർണ്ണുണ്ട്, മർക്കസിലെ സമൂഹ വിവാഹത്തിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിക്കണ്. നിങ്ങളെ അഭിപ്രായം എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, ഇമ്മാനോട് വിവരമൊന്ന് പറഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് മർക്കസിന് കൊണ്ടുപോയി കൊടുത്തോ. നിങ്ങൾ ആവശ്യം അതിലേറൊക്കെ വലുതാണ്, ചെറിയ ആവശ്യമില്ലല്ലോ. ആവശ്യം വളരെ വലുതാണ്. അതൊന്നും കൊടുക്കൽ വലുതാവൂല, അതൊക്കെ ചെറിയ കൊടുക്കലുകളാണ് എന്ന് പറഞ്ഞു. വന്യരായ സയ്യിദ് അവറുകളെ നേരിൽ ചെന്ന് കണ്ട് ഓള് പുറത്തു നിന്ന് അനിയ ഉള്ളിൽ കയറി വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ തോരുന്നു. മറ്റു സദസ്സുകളിലൊക്കെ തങ്ങൾ തോർന്നിട്ടുണ്ടാവും. തങ്ങൾ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. നമ്മുടെ സദസ്സിൽ നേതൃത്വം നൽകുന്ന ആളാണ്. അങ്ങനെ പിറ്റത്തെ കൊല്ലം സമൂഹ വിവാഹമായപ്പോഴേക്ക് ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ പറയണല്ല, എന്റെ വീട്ടത്തെ കഥ പറയുന്നത്. ആ ബറക്കത്തിന് വേണ്ടി കുട്ടിന്റെ പേരെന്താ അറിയും? അലി അക്ബർ എന്നാണ്. ഈ കാലത്ത് ആരെങ്കിലും ഇടോ പേര്? തങ്ങള് വരുന്ന കുട്ടിയാണ്, മർക്കസിന്റെ കുട്ടിയാണ്, മാനേജറുടെ പേരെടുക്കട്ടെ എന്നാണ് അലി അക്ബർ എന്നാ പേരിട്ടെ. ഞാൻ വെറുതെ പറയണല്ല, നമ്മുടെ അത്യാവശ്യങ്ങൾക്കും കാര്യം കാണാൻ എത്ര ഉമ്മമാര് മനമുരുകി ദുആ ചെയ്യുന്ന സദസ്സാണ്. നന്നായി സഹായിക്കണം ഉമ്മമാരെ. ഇപ്പൊ ഞാൻ ചോദിക്കാൻ വന്നതല്ല, നിങ്ങൾ ആരെങ്കിലൊക്കെ കൊടുക്കുന്ന ആളുകൾ നന്നായി കൊടുക്കുന്നവരാണല്ലോ. അപ്പൊ നാട്ടിലെ ഉസ്താദുമാരും മാലമറ്റിക്കാരൊക്കെ വരും. നിങ്ങളൊക്കെ നന്നായി കൊടുക്കണം. അള്ളാഹു എല്ലാത്തിനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വലിയ സന്തോഷമുള്ള സദസ്സാണ് ആ കുട്ടി.